ഗസയിൽ ഇസ്രായേലിന്റെ 50-ലധികം മിലീഷ്യകൾ കൊല്ലപ്പെട്ടിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നു. വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഗസയുടെ അകത്ത് മിലീഷ്യ വിഭാഗം IDF-ന്റെ നേതൃത്വത്തിലാണ് ഇവ സംഘടിപ്പിച്ചുകൊണ്ട് ഹമാസിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടുള്ള സായുധ പരിശീലനങ്ങളും കാര്യങ്ങളും നൽകിക്കൊണ്ടുള്ള സംഭവങ്ങൾ കഴിഞ്ഞ മാസമാണ് ഇതിന് ആരംഭം കുറിക്കപ്പെട്ടത്. ഇപ്പോൾ അത് ചില മേഖലയിൽ സജീവമായിട്ടുണ്ട് എന്നുള്ളതും പരസ്പരം ഏറ്റുമുട്ടലുകൾ കാര്യങ്ങൾ നടന്നു. ഏകദേശം 50-ലധികം ആളുകൾ കൊല്ലപ്പെട്ട വിവരം, അതായത് ഇസ്രായേലിന്റെ മിലീഷ്യ വിഭാഗം അവരാണ് കൊല്ലപ്പെട്ടത്. അത് യാസർ അബു ഷബാബ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് ഇസ്രായേലിന്റെ സംഘം ഈ വിഭാഗത്തെ വളർത്തിയെടുത്തത്. അവർക്ക് സായുധമായിരിക്കുന്ന സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകിയിട്ട് ഈ അവരുടെ 2-3 ലക്ഷ്യങ്ങൾ പ്രധാനപ്പെട്ടത് എവിടെയാണോ ബങ്കറുകളിൽ ബന്ദികൾ ഒളിച്ചിരിക്കുന്നത് ഈ മേഖല കണ്ടെത്താൻ വേണ്ടിയിട്ട് സൈനികരോടൊപ്പം സഹായിക്കുക, അവർക്ക് സഹായ കാര്യങ്ങളൊക്കെ നൽകുക, പിന്നീട് ഈ മറ്റുള്ള പോരാളികൾ ഏതെങ്കിലും ഭാഗത്ത് ഒളിച്ചിരിക്കുന്നെങ്കിൽ അതിനെക്കുറിച്ച് വിവരം നൽകുക. ഇങ്ങനെ ഒരു ഒറ്റുകാരുടെ റോളാണ് ഈ മിലീഷ്യ വിഭാഗത്തിന് IDF സംഘം നൽകിയിരിക്കുന്നത്. ഗസയുടെ അകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരിക്കുന്ന ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലാണ് 50-ലധികം ഇസ്രായേലി മിലീഷ്യ വിഭാഗം കൊല്ലപ്പെട്ടത്. അത് ഇസ്രായേലിന്റെ സൈന്യവും ഉണ്ട് എന്ന് പറയുന്നു, പക്ഷേ സ്ഥിരീകരിക്കപ്പെട്ടില്ല. മാരകമായിരിക്കുന്ന ഏറ്റുമുട്ടലാണ് ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടന്നു വരുന്നത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് അൽ ജസീറയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് യൂണിഫോം ധരിച്ചവരും ധരിക്കാത്തവരുമായിരിക്കുന്ന ഒരു സംഘത്തെ, ഇത്തരം സൈനിക സംഘത്തെ പല മേഖലയിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നു. എന്നാൽ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. എന്നാൽ ചില സമയത്ത് വലിയ രീതിയിലുള്ള വെടിവെച്ചുകൾ കേൾക്കുന്നു, പിന്നീട് മരിച്ചു വീഴുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ആ രൂപത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഒളിപ്പോർ യുദ്ധത്തിന്റെ മറ്റൊരു പതിപ്പായിട്ട് ഇസ്രായേലി സൈന്യം രംഗത്തിറക്കുന്ന വിഭാഗമാണ് യാസർ അബു ഷബാബ് എന്ന് പറയുന്ന വ്യക്തിയുടെ, അതൊരു ക്രിമിനൽ സംഘത്തിന്റെ നേതാവായിരുന്നു എന്നുള്ളതും ഈ മയക്കുമരുന്ന് പോലെയുള്ള വിഷയത്തിൽ അറസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് വർഷം ജയിലിൽ കടന്ന ഒരു ക്രിമിനലാണ്. അയാൾക്കാണ് ഇതിൻ്റെ നേതൃത്വം എന്നും പറയപ്പെടുന്നു. ചില റിപ്പോർട്ടുകളൊക്കെ കാണുന്നത് അങ്ങനെയാണ്. ഏതാണെങ്കിലും കുറച്ച് ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുന്നു. ആ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ആയുധ പരിശീലനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയിൽ എങ്ങനെ പിളർത്തി ഭരിക്കുക എന്നുള്ള ഒരു തന്ത്രം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ പണ്ട് ഇന്ത്യയിൽ പ്രയോഗിച്ചിരിക്കുന്ന ആ രീതിയിലുള്ള ഒരു പ്രയോഗത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ രീതിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ മേഖലയിൽ അവർ കാഴ്ചവെക്കുന്നത്. അതിന് ശക്തമായിരിക്കുന്ന വെടിവെപ്പ്, അതിൻ്റെ വെടിവെപ്പിൻ്റെ ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്നത് ഭക്ഷണ വിതരണം ഇപ്പോൾ IDF സംഘം ഏറ്റെടുത്തതോടുകൂടി, അമേരിക്കയും IDF ആണ് ഇപ്പോൾ ഭക്ഷണ വിതരണം ഗസയിൽ വിതരണം ചെയ്യുന്നത്. അത് ഏറ്റെടുത്തതോടുകൂടി ഇത് നിയന്ത്രിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അങ്ങനെ വെടിവെപ്പ് ഉണ്ടാകുന്നു. വെടിവെപ്പിൽ പലസ്തീനുകൾ കൊല്ലപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നു. ഇസ്രായേൽ വീണ്ടും ഭൂമുഖത്തുനിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന രീതിയാണ്. ഓരോരോ രാജ്യങ്ങളും ഓരോരോ ദിവസം പുതിയ രാജ്യങ്ങൾ വന്നുകൊണ്ട് ഇസ്രായേലിനെ വിമർശിക്കുന്ന ആ രീതികളൊക്കെ ഭാവിയിൽ ഇസ്രായേലിന് വലിയ രീതിയിൽ ആഘാതമുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഗസയിൽപ്പെട്ട വിഭാഗത്തിനെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കെതിരെ പോരാടുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ഇസ്രായേലിൻ്റെ വെടിവെപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആളുകൾ മരിച്ചു അല്ലെങ്കിൽ മരണപ്പെടുന്നുണ്ട് എന്ന കാര്യം മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾക്ക് പറയാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നതുകൂടിയാണ് ഉദ്ദേശം. പക്ഷേ അവർ പറയുന്ന ഈ രീതി ഇങ്ങനെയാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ മിലീഷ്യ വിഭാഗം അവിടെ സജീവമാകുന്നത് കൊണ്ട് എന്താണ് തെറ്റ് എന്നാണ് ചോദിച്ചത്. ഇറാൻ അല്ലേ മറ്റുള്ള യമനെ പോലെയുള്ള, ലെബനാനെ പോലെയുള്ള, പലസ്തീനെ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ മിലീഷ്യ വിഭാഗത്തെ ആയുധങ്ങളും സംവിധാനങ്ങളും കൊടുത്തുകൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമിക്കുന്നു. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതാണോ തെറ്റ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആദ്യ ഘട്ടത്തിലൊക്കെ ഈ പറയപ്പെട്ട മിലീഷ്യ വിഭാഗത്തിന് വലിയ പിന്തുണ ചില പ്രദേശത്തിന്റെ ഭാഗങ്ങളിലൊക്കെ പിന്തുണ ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റുമുട്ടൽ ശക്തമാവുകയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതോടുകൂടി അതിൽ നിന്ന് ആളുകളൊക്കെ കൊഴിഞ്ഞു പോകുന്ന രീതിയും പറയുന്നുണ്ട്. അവർക്കാകെ ഈ ഇസ്രായേലിനെതിരെ പോരാടുന്ന വിഭാഗങ്ങൾ ഏതാണോ ആ വിഭാഗത്തിനെതിരെ ഫലസ്തീനികൾ സംഘടിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ച് പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അത്തരം ഒരു പ്രവൃത്തി നടത്തിയാൽ അത് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ റിപ്പോർട്ടാക്കി പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഇതിനു മുൻപ് തന്നെ ഇസ്രായേൽ ശ്രമിച്ചതാണ്. പക്ഷേ അതിന് ഫലസ്തീനികൾ ഇസ്രായേലിന് അനുകൂലമായ ഏതെങ്കിലും നിലപാടെടുക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം 23 ലക്ഷം ഫലസ്തീനികളുണ്ടെങ്കിൽ എല്ലാവർക്കും മുറി പറ്റിയിരിക്കുന്ന രീതിയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ശരീരത്തിന് മുറി പറ്റിയിട്ടില്ലെങ്കിലും മാനസികമായി മുറിവേൽക്കാത്ത ഒരു ഫലസ്തീനെ പോലും കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഈജിപ്തിൻ്റെ ഒരു പത്രം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അൽ അഹ്റാം എന്ന് പറയുന്ന പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഇസ്രായേലിന് അനുകൂലമായ രീതിയിലൊരു നിലപാട് പലസ്തീൻ്റെ ഭാഗത്ത് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്.
എന്നാൽ അവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്. വലിയ ഏറ്റുമുട്ടലുകൾ പല മേഖലയിൽ നടക്കുന്നു, പ്രത്യേകിച്ച് ഖാൻ യൂണിസിൻ്റെ മേഖലകളിൽ. അവരുടെ ആദ്യത്തെ ലക്ഷ്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് രണ്ടാമത് ആക്രമണം നടത്തിയതിനോടനുബന്ധിച്ചുള്ള ഇസ്രായേലിൻ്റെ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം പലസ്തീന് സഹായമില്ലാത്ത രീതിയിൽ ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് വലിയ ശ്രമങ്ങൾ നടത്തി. ഏറെക്കുറെ പരമാവധി ബന്ദികളെല്ലാം ഒളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഖാൻ യൂണിസിൻ്റെ മേഖലയാണ് എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ ആക്രമണവും വലിയ ദുരന്തവും വലിയ മരണവും റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 12 ദിവസത്തിനിടയിൽ 10-ലധികം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ട വിവരമാണ് പുറത്തു വന്നത്. അതിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതകളും പറയുന്നു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ സൈനികർ കൊല്ലപ്പെടുകയോ അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന കാര്യങ്ങളോ വീഡിയോ സഹിതം പുറത്തു വരുന്ന സമയത്ത് മാത്രമാണ് ഇസ്രായേൽ ഇത് അംഗീകരിക്കാറുള്ളത്. അതിനാൽ തന്നെ ഇതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കരയുദ്ധത്തിലൂടെ ഗസയെ പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് തന്നെ അമേരിക്കക്കും ഇസ്രായേലിനും നൽകിയതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കില്ല കരയുദ്ധങ്ങൾ. സർവ്വ മേഖലയിലും ഒളിയാക്രമണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഈ മേഖല ഏതാണ്, അതായത് ജനനിബിഡമായിരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ഒളിച്ചിരിക്കുന്ന മേഖല ഏതാണെന്നും ജനങ്ങൾ ഈ അക്രമം ഇല്ലാത്ത ഏരിയകൾ ഏതാണെന്നും കൃത്യമായ രീതിയിൽ പ്രവചിക്കാൻ പറ്റാത്ത വിധം സങ്കീർണമായിരിക്കുന്ന സ്ഥിതിയാണ് ഗസയിൽ ഉള്ളത് എന്നതിനാൽ പരമാവധി വ്യോമാക്രമണമാണ് നല്ലത് എന്ന നിലപാടിൽ എത്തിയിരുന്നു. എന്നാൽ വ്യോമാക്രമണം എത്ര കാലം നടത്തിയാലും ഗസ കീഴടക്കാൻ വേണ്ടി സാധിക്കില്ല. അതിന് കരയാക്രമണം നിർബന്ധമാണ്. ആയതിനാലാണ് സൈനിക ട്രൂപ്പിനെ സംഘടിപ്പിച്ചുകൊണ്ട് ഗസയിലേക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് ഇരച്ചു കയറുന്ന സ്ഥിതി ഉണ്ടായത്. ചില മേഖലയും പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്തു എന്നൊക്കെ ആദ്യത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഈ മേഖലയിൽ സ്ഥിരമായ രീതിയിൽ നിലനിൽക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നതാണ്. സപ്പോർട്ടില്ലാതെയും മറ്റുള്ളവരുടെ സഹായമില്ലാതെ നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ ഗസയുടെ പല മേഖലയിലും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷിച്ച തരത്തിൽ മുന്നേറാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് പിന്നീട് മിലിഷ വിഭാഗത്തെ സംഘടിപ്പിക്കുന്നത്. അതിലേക്ക് തന്നെ ആളെ റിക്രൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രയാസം ഇസ്രായേൽ നേരിടുന്നു. കാര്യം ആരും അതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ സമയത്ത് ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി സാധിക്കില്ല. വലിയ രീതിയിലുള്ള ഓഫറുകളാണ് സാമ്പത്തികപരമായും അല്ലാത്ത രീതിയിൽ നൽകുക. സർക്കാരിനെതിരെ, അതായത് അവിടെ നിലനിൽക്കുന്ന വിഭാഗത്തിനെതിരെ, ഇസ്രായേലിനെതിരെ പോരാടുന്ന വിഭാഗത്തിനെതിരെ ഒരു പ്രതിരോധ സംവിധാനം തീർക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് ഈ പറയപ്പെട്ട മിലീഷ്യ വിഭാഗത്തെ സംഘടിപ്പിക്കുന്നു, ഏകോപിപ്പിക്കുന്നു. പക്ഷേ വലിയ മരണവും വലിയ ദുരന്തവും ഉണ്ടാകുന്നു. ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് എങ്ങനെയാണ്, അതിന് നേതൃത്വം നൽകിയ യാസർ അബു ഷബാബ് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ, സംരക്ഷണം നൽകാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ IDF ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതും ഏത് ഏരിയയുടെ ഭാഗത്താണ് അബു ഷബാബ് ഒളിവിൽ നിൽക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർന്നു പോയിരിക്കുന്നു എന്നതിനാൽ ഇദ്ദേഹത്തിന് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുകയില്ല. പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതത്വം നൽകാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കില്ല. കാരണം ഇസ്രായേൽ സൈന്യവുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നും വിലയിരുത്തുന്നു. അപ്പോൾ മിലിഷ്യ വിഭാഗവും ഏറെക്കുറെ ഇസ്രായേൽ പരാജയമാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം കൊണ്ട് കീഴടക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലാണ് ഇതിനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ അബു ഷബാബിൻ്റെ മിലിഷ്യ വിഭാഗത്തിലെ സംവിധാനങ്ങളൊക്കെ ഇസ്രായേൽ ചെയ്തു വന്നിരുന്നത്. അപ്പോൾ അതിന് വലിയ പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ നൽകി. എത്ര പ്രാക്ടിക്കലൊക്കെ കിട്ടിയിരിക്കുന്ന ഇസ്രായേൽ സൈന്യമാണെങ്കിലും ഗസയിൽ പല രീതിയിലും മരണപ്പെടുന്നതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് എങ്ങനെയാണ് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ള സംശയങ്ങളൊക്കെ ഈ കൂട്ടത്തിലുള്ള വിഭാഗങ്ങൾ തന്നെ ചോദിച്ചിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലൊന്നല്ല കാര്യങ്ങൾ പോകുന്നത്. അപ്രതീക്ഷിതമായിരിക്കുന്ന കാര്യത്തിലേക്ക് എത്തുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവൻ പോലും വലിയ രീതിയിൽ ഭീഷണി ഉണ്ടാകുന്ന രീതിയാണ് എന്ന് അബു ഷബാബിൻ്റെ അടുത്തുള്ള ബന്ധുക്കൾ പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നമ്മൾ പറയുന്ന സമയത്ത് ഗസയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യധാന്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അത് വിതരണം ചെയ്യാൻ കൃത്യമായ രീതിയിൽ സാധിക്കുന്നില്ല എന്നതിനാൽ അവിടെ വലിയ രീതിയിലുള്ള അക്രമ കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ അക്രമ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ അബു ഷബാബ് വിഭാഗം പങ്കുവഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിച്ചുകൊണ്ട് ഭരണം കീഴടക്കുന്ന ഒരു തന്ത്രം ബ്രിട്ടൻ്റെ തന്ത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ ഗസയിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള അഭിപ്രായം അവരുടെ രാജ്യത്തിന് പുറത്തു വരുന്നു. അവിടുത്തെ മന്ത്രിമാരും ഭരണാധികാരികളും അവിടുത്തെ നസറ്റിലെ മെമ്പർമാരും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അവരൊക്കെ പറയുന്ന മറ്റൊരു ഏകോപന അഭിപ്രായമുണ്ട്. ഏറെക്കുറെ ബന്ദിമോചനം കരാർ വ്യവസ്ഥയിലൂടെ അല്ലാത്ത രീതിയിൽ പുറത്തിറക്കാൻ വേണ്ടി സാധിക്കുകയില്ല. നമ്മൾ ഓരോരോ മുന്നേറ്റം നടത്തുന്ന സമയത്തും ഒന്നിലധികം ബന്ദികൾ കൊല്ലപ്പെടുന്നു. അവരുടെ മൃതദേഹമാണ് നമ്മൾ കിട്ടുന്നത്.
നമ്മൾ അവരുടെ മൃതദേഹത്തിനല്ല പോകുന്നത്, നമ്മുടെ ജീവനോടുള്ള ശരീരത്തിന് വേണ്ടിയിട്ടാണ്. ആ ജീവനോടുള്ള ശരീരത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു വെടിനിർത്തൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ആ രീതിയിലേക്ക് നമ്മൾ മാറി ചിന്തിക്കണം എന്നുള്ള അഭിപ്രായമാണ് പരമാവധി ഇസ്രായേലിൻ്റെ ഭരണാധികാരിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ അത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.